ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ ഡ്യുവറ്റിൽ അതിഥിയായി കിട്ടിയതിൽ. സാറിനോട് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല സാറിൻ്റെ സംഗീതം എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത്. കാരണം വളരെ പ്രശസ്തനായ ഒരു അച്ഛൻ്റെ മകനാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയറിൽ തന്നെയാണല്ലോ ജനിച്ച് വീണതല്ലേ. അപ്പം സാറിൻ്റെ ചൈൽഡ്ഹുഡ് ഇയേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? പാട്ടിലേക്ക് ഞങ്ങൾ ആലപ്പുഴ താമസിക്കുമ്പോൾ അവിടെ വെച്ച് നമ്മൾ ധാരാളം അച്ഛനുമായിട്ട് വർക്ക് ചെയ്യുന്ന ദക്ഷിണാമൂർത്തി സ്വാമി, അങ്ങനെ പലരും നാടകമായിട്ട് ബന്ധപ്പെട്ട് എൻപിള്ള, അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ളവരുമായിട്ടുള്ള ഇവരുടെ കൂടിക്കാഴ്ചയിലേക്ക് നമ്മൾ കണ്ട് വളർന്ന ഇതാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കമ്പോസിങ്ങിൻ്റെ രീതികൾ അതെന്നെ വല്ലാതെ ഒരു ഇൻസ്പയർഡ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരു സാധനം ഒരു ലിറിക്ക് കിട്ടിയാൽ അടുത്ത മൊമെൻറ്റിൽ ഈണം വരിക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു സിദ്ധി. അത് പലപ്പോഴും ആ ഒരു സംഭവം ആലോചിക്കുമ്പോൾ നമുക്കും അതൊരു ആവേശിക്കപ്പെടും. എങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളത് അതിനൊരു ഏറ്റവും ബലം തരുന്ന, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ഏറ്റവും ബലം തരുന്നൊരു കാര്യമാണ് കൊച്ചിലെ കണ്ട് നമ്മൾ ആയിട്ടുള്ള ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും അച്ഛനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു, അന്നത്തേക്ക് ഈ മ്യൂസിക് ബാലേസ് ഉണ്ട്, പണ്ട് വളരെ പ്രസിദ്ധമായിരുന്നു അക്കാലത്ത്. അപ്പം അതിനുവേണ്ടി എല്ലാ വർഷവും ഓരോ വിഷയത്തിലും അച്ഛനിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് എഴുതി കൊടുക്കും. ആ തീമിൽ ഒരു തീം വയ്ക്കും. അപ്പോൾ ഒരു 3 അവർ ഒരു ബാല ആയിരിക്കും. അപ്പോൾ അതൊരു എഴുതി കൊടുക്കും, പെട്ടെന്ന് എഴുതി കൊടുക്കും. കൃഷ്ണാമൂർത്തി സ്വാമി അത് പെട്ടെന്ന് ഇത് ഈണമിട്ട് ഒരു റെക്കോർഡർ, അന്നത്തെ സ്കൂൾ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അത് പിന്നീടാണ് സ്റ്റേജിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു സിദ്ധി പെട്ടെന്ന് അച്ഛൻ എഴുതുക, പെട്ടെന്ന് തന്നെ ഈണം ഇടുക എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി ഇങ്ങനെ തന്നെയായിരുന്നു സിനിമയിലും സംഗീതം നൽകിയിരുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ രവീന്ദ്രൻ മാഷ് ഇങ്ങനെയായിരുന്നു. ഈണം വന്നു കിട്ടാനുള്ള ഒരു എന്താ പറയുക, ഒരു ആദ്യത്തെ ഒരു മടി മാത്രമേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു 2 മിനിറ്റ് കൊണ്ടാണ് ഈണം വരുന്നത്. അപ്പം അതൊരു വലിയൊരു സിദ്ധിയാണ്. അപ്പം സാർ, എന്തായാലും നമുക്ക് ഡ്യുവറ്റിൻ്റെ ഒരു എപ്പിസോഡ് തുടങ്ങാനായിട്ട് സാറിന് ഇഷ്ടമുള്ള ഒരു രാഗത്തിൽ കുറച്ച് നമുക്ക് പാടിത്തരാം. എനിക്ക് എപ്പോഴും അഷ്ടപതി വലിയ പ്രിയമാണ്. അഷ്ടപതി പ്രിയമാകാൻ കാരണം അതിന് പ്രത്യേക ഈണമൊന്നുമില്ല. സമയരാഗം എന്ന് പറയും. കിസലയ ശയന തലേ എന്ന് പറയുന്ന അതൊരു എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു രാഗമുണ്ട്. ജോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പാടിയാലും അതിന് മടുപ്പും വരില്ല, എത്ര കേട്ടാലും മടുപ്പ് വരാത്തൊരു രാഗമാണ് ഹിന്ദുസ്ഥാനി രാഗം. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. കീർത്തനം പാടുമ്പോൾ നമുക്കത് പറയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്, ധാരാളം സംസാരിക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഓഫ് കോഴ്സ് നമുക്കിത് പാടാം, ഈ അഷ്ടപതി പാടാം. യെസ് പ്ലീസ്. കിസലയ ശയനതലേ, കിസലയ ശയനതലേ, കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം, കിസലയ ശയനതലേ, ഗുരുകാമിനി ചരണനളിന വിനിവേശം, തവ പദപല്ലവ വൈരി പരാ
इदमनुभवतु सुवेशं क्षणमधुना नारायणं क्षणमधुना नारायणम् इदमनुभवतु सुवेशं क्षणमधुना नारायणम् अनुगत अनुभज राधे क्षणमधुना नारायणम् नारायणम् प्रियपरिरम्भण रभस बलितमिव पुलकितम् अतिदुरवापम् मधुरसि कुचकलशं विनिवेश नाशय मनसि च तापं क्षणमधुना नारायण क्षणमधुना नारायणं गम पम 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 गमनि पम गम ग गनि स प पनि स गम पम ग Sani gazani pama ga ma ma ni pama pa sani ni pama pama ga ma pa sani pama ga ga ni sa ga gama bani za ga sani zani pama gama ni sa gama bani za ki sa la ye gama bani za ki sa la ye shajana dale guru kavini hari